എല്ലാവർക്കും കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ദ സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ ന്യൂമറിക്കൽസൊക്കെ ഉള്ള, അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസൊക്കെ ഉള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൻ്റെ ഈ ചാപ്റ്ററിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയും സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും അതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സിനെ പറ്റിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സോളിഡുകളുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ വ്യക്തമായും ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് സോളിഡ്സിൻ്റെ മാക്രോ ലെവൽ മുതൽ മൈക്രോ ലെവൽ വരെ ഉള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കും. മാക്രോ ലെവൽ മീൻസ് പുറമേയുള്ള പ്രോപ്പർട്ടി, മീൻസ് ബൾക്കായിട്ടുള്ള പ്രോപ്പർട്ടി, അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പ്രോപ്പർട്ടി, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നു ചെല്ലാം. ആദ്യം സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിൻ്റെ മീനിങ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. ഖരാവസ്ഥ അല്ലേ? കാരണം നമ്മൾ ചെറിയ ക്ലാസ് എന്ന് പറയുമ്പോൾ 6ാം ക്ലാസ് മുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ്രവ്യം അഥവാ മാറ്റർ പ്രധാനമായും 3 അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട് എന്നും അതിൽ 1ാമത്തെ അവസ്ഥയാണ് സോളിഡ് സ്റ്റേറ്റ് എന്നും നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്ററിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നും സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇതൊക്കെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം എന്താണ് മാറ്റർ എന്നുള്ള ആ ടേമിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ +1 അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞതാണ്. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും നിശ്ചിത ഭാരമുള്ളതുമായ എന്തിനേയും നിങ്ങൾ മാറ്റർ എന്ന് വിളിക്കും, അഥവാ ദ്രവ്യം എന്ന് വിളിക്കും. ഇനി നമുക്ക് ചുറ്റും കാണപ്പെടുന്നതെല്ലാം, എവ്രിതിങ് അറൗണ്ട് അസ്, നമുക്ക് ചുറ്റും കാണപ്പെടുന്നതെല്ലാം മാറ്റർ തന്നെയാണ്. ബെഞ്ച്, ഡെസ്ക്, പെൻ, പെൻസിൽ, ഫാൻ, വാട്ടർ, എയർ അറൗണ്ട് അസ്, ഓൾ ഇറ്റ് ഈസ് മാറ്റർ. ഇതെല്ലാം ദ്രവ്യമാണ് അഥവാ മാറ്ററാണ്. സോ നമുക്കറിയാവുന്ന കാര്യം, ഈ മാറ്റർ, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഈ മാറ്റർ എല്ലാം ഒരേ അവസ്ഥയിലല്ല, അല്ലെങ്കിൽ ഒരേപോലെയല്ല കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസസിൻ്റെയും പ്രോപ്പർട്ടീസ് ഒരുപോലെ അല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾ ദ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് അല്ലേ? മേ ബി ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. എല്ലാ മാറ്ററും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റംസോ അയോൺസോ അല്ലെങ്കിൽ മോളിക്യൂളുകളോ കൊണ്ടൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും എല്ലാ മാറ്ററും, എല്ലാ സബ്സ്റ്റൻസസും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. കാണാനും അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെ അല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാറ്റർ മെയിൻലി എക്സിസ്റ്റ് ഇൻ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാറ്റർ 7 അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും 3 അവസ്ഥകളാണ്. അത് നിങ്ങൾക്കറിയാം. ദേ ആർ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. മാറ്ററിൻ്റെ 4ാമത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ആവശ്യമുള്ളത് സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയാണ്. പക്ഷേ അത് പഠിക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് മാറ്റർ ഇങ്ങനെ 3ഉം 4ഉം അവസ്ഥകളിലൊക്കെ കാണപ്പെടാനുള്ള കാരണം? എന്ത് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് മാറ്റർ ഇങ്ങനെ വ്യത്യസ്ത അവസ്ഥകളിൽ കാണപ്പെടുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം അതിനുള്ള കാരണം. പ്രധാനമായും ഈ മാറ്റർ അഥവാ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സബ്സ്റ്റൻസസ് വ്യത്യസ്ത അവസ്ഥകളിൽ കാണപ്പെടാനുള്ള പ്രധാന കാരണം ഈ സബ്സ്റ്റൻസുകളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അഥവാ കണികകളുടെ അറേഞ്ച്മെൻറ്റിലുള്ള ഡിഫറൻസ് ആണ്. ഈ അറേഞ്ച്മെൻറ്റ് എന്തുകൊണ്ട് ഡിഫറൻ്റ് ആകുന്നു? ഇതിന് കാരണം പ്രധാനമായും 2 ഫാക്ടേഴ്സാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ദർ ആർ 2 ഫാക്ടേഴ്സ്. പ്രധാനമായും 2 ഘടകങ്ങളാണ് മാറ്റർ പല ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം. അതിലൊന്ന് ഇൻ്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സസും 2 പാർട്ടിക്കിൾസിൻ്റെ തെർമൽ എനർജിയുമാണ്. അതായത് മാറ്റർ നിർമ്മിച്ചിരിക്കുന്ന കണികകൾ, ദാറ്റ് ഈസ് ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ്, ഈ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം
കൂടാതെ ഈ മാറ്റർ നിർമ്മിച്ചിരിക്കുന്ന കണികകളുടെ തെർമൽ എനർജി. ഈ 2 ഫാക്ടേഴ്സുമാണ് മാറ്റർ പ്രധാനമായും വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ കാണപ്പെടാനുള്ള കാരണം. നിങ്ങൾക്കറിയാം, സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ കണികകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ സ്ട്രോങ്ങും തെർമൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് വളരെ ലോയുമായിരിക്കും. എന്നാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ തെർമൽ എനർജി കൂടുന്നു, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. എന്നാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴോ പാർട്ടിക്കിൾസിൻ്റെ തെർമൽ എനർജി ഏറ്റവും മാക്സിമം ആകുന്നു. അതുപോലെ തന്നെ കണികകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെയേറെ ലോ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, പാർട്ടിക്കിൾസിൻ്റെ തെർമൽ എനർജി, ഈ 2 ഫാക്ടേഴ്സുമാണ് പ്രധാനമായും മാറ്റർ പല അവസ്ഥകളിൽ കാണപ്പെടാനുള്ള പ്രധാന കാരണം. ഇനി നമുക്ക് ഏറ്റവും ആവശ്യം, നമ്മുടെ ചാപ്റ്ററിന് ആവശ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റായ സോളിഡ് സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും നമുക്ക് ആവശ്യം ഉള്ള സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ എവറിഡേ ലൈഫുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററിൻ്റെ ഒരു സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി ഇത്ര കണ്ട് ഡെവലപ്പ് ചെയ്യാൻ തന്നെ കാരണം ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സോളിഡ്സിൻ്റെ ഡിസ്കവറിയും അവരുടെ പ്രോപ്പർട്ടീസുമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ്. നമുക്കറിയാം, സെമി കണ്ടക്ടേഴ്സ് സോളിഡ്സ് ആണ്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഡിസ്കവറിയോട് കൂടിയാണ് നമ്മൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായതും നമ്മളിപ്പോൾ പരസ്പരം ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, മറ്റു 3 അവസ്ഥകളിൽ അല്ലെങ്കിൽ മറ്റ് അവസ്ഥകളിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിനുള്ള പ്രത്യേകത, ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാറ്ററിൻ്റെ ഒരു സ്റ്റേറ്റാണ് സോളിഡ് സ്റ്റേറ്റ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, മനുഷ്യനുമായിട്ട് ഏറ്റവും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററിൻ്റെ ഒരു സ്റ്റേറ്റാണ് സോളിഡ് സ്റ്റേറ്റ്. ആ സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോക്കൂ, നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് ഇനി പറയാൻ പോകുന്നു. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും, പ്ലാസ്മ സ്റ്റേറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ വ്യത്യസ്തവും വളരെ വിപുലവുമായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് സോളിഡ് സ്റ്റേറ്റിനുള്ളത്. സോ ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും നമുക്കൊന്ന് ഓടിച്ചു പോകാം അതിലൂടെ. സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. സോ ദാറ്റ് വാസ് ദ first property, characteristic property of solid state. They have a definite shape and definite volume. And the second point, you know that the particles are very closely packed. അതാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ് ആയി പാക്ക് ചെയ്തിരിക്കുന്നു. Therefore, the intermolecular distances are very short. അതായത് പാർട്ടിക്കിൾസിനെ വളരെ ക്ലോസ് ആയി പാക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ഓർ ഇന്റർമോളിക്കുലാർ സ്പേസ്, അതായത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം. നമുക്കറിയാം, നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 അവസ്ഥകൾ പരിശോധിക്കുമ്പോൾ സോളിഡ് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയി പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് ഇടയിലുള്ള സ്പേസ്, പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം വളരെ 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 കുറവായിരിക്കും. ആൻഡ് therefore the intermolecular attraction, that was the next point, is very high. That was the next point. പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെ കുറവായതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ഈസ് വെരി ഹൈ. There is a strong intermolecular force of attraction between the particles. So next point, therefore they are very rigid and
Incompressible, that was the next very important point. They are very rigid and they are highly denser. They are very rigid and incompressible. വളരെ റിജിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. കൂടാതെ ഇൻകംപ്രസിബിൾ ആണ്. ആ വാക്കിൽ തന്നെയുണ്ട്, ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ, ഇറ്റ് ഈസ് നോട്ട് കംപ്രസിബിൾ, വിച്ച് മീൻസ് നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്ത് ആ സബ്സ്റ്റൻസിൻ്റെ, അതായത് പ്രഷർ അപ്ലൈ ചെയ്ത് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ വോളിയം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇഫ് യു ആർ അപ്ലൈയിങ് പ്രഷർ ഓൺ ടു എ സോളിഡ് സബ്സ്റ്റൻസ്, ഇറ്റ് വിൽ ബ്രേക്ക്, but it will not change its volume, and therefore I can say that solid substances are incompressible. They are not compressible, means they will not change its volume by applying pressure, and therefore I can say it is very rigid. And the next point is, you know that there is strong intermolecular attraction. There is the distance between the particle is very short because the particles are very closely packed, and therefore free movement of the particle is not possible in solid state. അതാണ് അടുത്ത പ്രത്യേകത. സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട്, ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് പോസിബിൾ. പാർട്ടിക്കിൾസിന് സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല. സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല മീൻസ് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ലൈക്ക് സ്റ്റിക്ഡ് അറ്റ് ദാറ്റ് പൊസിഷൻ. അതായത് പാർട്ടിക്കിൾസ് എല്ലാം ആ പൊസിഷനിൽ അവർ ഇരിക്കുന്നിടത്ത് തന്നെ ഒട്ടിയിരിക്കുന്നത് പോലെയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനു സാധിക്കും? They can vibrate, they can oscillate. Only that kind of motion is possible, but free movement is not possible, and that is the reason why they have the definite shape and definite volume. And the next point, if the free movement of the particle is not possible, means the kinetic energy, the thermal energy of the particle is very low. That means പാർട്ടിക്കിൾസിന് ഫ്രീ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല. ആ പാർട്ടിക്കിൾസിൻ്റെ ചലനം റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി ഓർ തെർമൽ എനർജി ഈസ് വെരി ലോ. സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് solid state. So once again we know matter mainly exists in 3 states, and very important state of matter is solid state. It was the first state of matter, and you know മനുഷ്യനുമായി ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററിൻ്റെ സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഈ ലോകത്തിന് ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്ന പല കണ്ടുപിടുത്തങ്ങളും സോളിഡ് സബ്സ്റ്റൻസുകളുടേതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ സോളിഡ്സിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. അതിൻ്റെ ആദ്യ ചുവട്, അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് സോളിഡ്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോളിഡ് സബ്സ്റ്റൻസുകൾക്ക് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയവും ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം അതിനകത്ത് പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയി പാക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെ കുറവ്. സോ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് വെരി സ്ട്രോങ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. Therefore it is very rigid and incompressible, means the particles when we are applying a pressure it will not change its volume. Therefore we can say the free movement of the particle is not possible. They can only vibrate or oscillate at their position. So the movement is restricted, and therefore their kinetic energy or thermal energy of the particle is very low. So these are the initial or introduction of the chapter solid state. Okay, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്, സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചാർട്ട്. Solids are mainly classified into 2 based on the order of arrangement of particles in solids. അതായത് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, മീൻസ് കണികകളുടെ, ദാറ്റ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ്, ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്. അതായത് ഒരു സോളിഡിനകത്ത് പാർട്ടിക്കിൾസിനെ ഏത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മീൻസ് എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ക്ലാസിഫൈ സോളിഡ്സ് ഇൻ ടു 2. ദേ ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. വൺസ് അഗെയിൻ, based on the order of arrangement of particles, solids are divided into 2, crystalline and amorphous solids. We will discuss
the properties of crystalline and amorphous solids in detail in the next. And now again the crystalline solids are again classified into 4 based on the type of particles present in the crystalline solids, and they are molecular solids, ionic solids, metallic solids, and the last one covalent or network solids. So once again, based on the type of particles which is present in crystalline solids, they are again classified into 4. They are molecular, ionic, metallic, and the last one covalent or network solids. And again the molecular solids are again classified into 3. They are polar molecular solids, non-polar molecular solids, and hydrogen bonded molecular solids. ഈ ക്ലാസിഫിക്കേഷനുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നു. ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. So you know what is the crystalline solids and what are amorphous solids. We can take an example and we can discuss. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പഠിക്കാം. ഏറ്റവും നല്ല വ്യക്തമായ ഒരു നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയമണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് എടുക്കുന്നത്, ഡയമണ്ട്. അതൊരു ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിളാണ്. അടുത്തത് അമോർഫസ് സോളിഡ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ 2 എക്സാമ്പിളുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ കഴിഞ്ഞ വർഷം +1 ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഡയമണ്ട് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാർബൺ ആറ്റംസ് ഒള്ളി. ഇനി അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഡയമണ്ടിനകത്ത് കുഞ്ഞു കുഞ്ഞ് ക്രിസ്റ്റൽസ് ആയിട്ടാണ് ആറ്റങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഡയമണ്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ inside, I mean, or when you are analyzing the structure of diamond, you can see that they are the constituent particles, that is carbon atoms. They are arranged in a definite geometrical shape. അതായത് ഡയമണ്ടിനകത്ത് ഉള്ള പാർട്ടിക്കിൾസ് ആയ കാർബൺ ആറ്റങ്ങളെ ഒരു കൃത്യമായ ജോമെട്രിക്കൽ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് സെയിം ഓൾ അറൗണ്ട് ദാറ്റ് ഡയമണ്ട്. അതായത് in that diamond the particles are arranged in a definite geometrical shape, or we can say the particles are arranged in a regular pattern, and that pattern is same all around that solid. That is the property of diamond, and that is as an example of a crystalline solid. So we can say a crystalline solid means a solid in which the constituent particles are arranged at a regular pattern or a regular order, or we can say in crystalline solids the particles are arranged in a particular geometrical shape, and that arrangement is same throughout the whole solid or crystal. That was the importance of crystalline solid. But in the case of amorphous solid, when you are analyzing glass, there you can see the arrangement of particle is not in a regular order or a regular pattern. കൃത്യമായ ഒരു പാറ്റേണിലല്ല, കൃത്യമായ ഒരു ഓർഡറിലല്ല, കൃത്യമായ ഒരു ജോമെട്രിക്കൽ ഷേപ്പിലല്ല അമോർഫസ് സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So we can say amorphous solids are considered as the true solids. Amorphous solids are considered as the true solids. Sorry, crystalline solids are considered as the true solids. യഥാർത്ഥ സോളിഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡുകളെയാണ്. അമോർഫസ് സോളിഡ്സ് ആർ കോൾഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓർ സ്യൂഡോ സോളിഡ്സ്. അതായത് അമോർഫസ് സോളിഡുകളെ നമ്മൾ സ്യൂഡോ സോളിഡ്സ് എന്നാണ് വിളിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദ ടേം PSEUDO, pseudo indicating what? Pseudo എന്നുള്ള വാക്ക് എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോൾസ്. സോ ദേ ആർ നോട്ട് ട്രൂ സോളിഡ്സ്, ദേ ആർ pseudo solids, or we otherwise called super cooled liquids. അതായത് വളരെ ശക്തമായി തണുപ്പിച്ചെടുത്ത ലിക്വിഡുകളെ പോലെയാണ് അമോർഫസ് സോളിഡ്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം സോളിഡ്സ് ആകുമ്പോൾ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട്
in glass and that kind of amorphous solids, the particles can move freely. So that is the reason they are called pseudo solids or supercooled liquids. So that was the main difference of crystalline solids and amorphous solid. So once again, I told in crystalline solids, the particles are arranged in a regular order or a regular pattern, but in the case of amorphous solids, that order of arrangement is not regular. The particles are not arranged in a regular pattern or regular geometrical shape. They are arranged in an irregular manner. Therefore, amorphous solids are called pseudo solids or supercooled liquids, but crystalline solids, they are considered as the true solids because the particles are arranged in a regular order or regular pattern or in a regular geometrical shape. We called that particular geometrical shape as a crystal. Okay.